യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ. സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേകരക്ഷകൻ. യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ. കരുണാമയൻ സ്നേഹഗായകൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിന്റെ ആത്മാവ്. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിന്റെ ആത്മാവ്. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യേശു ആരിലും വലിയവൻ ഈ ശുശ്രൂഷയിലേക്ക്, വചന ശുശ്രൂഷയിലേക്കും സൗഖ്യ പ്രാർത്ഥനയിലേക്കും വിടുതൽ പ്രാർത്ഥനയിലേക്കും ദൈവജനത്തെ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ ദിവസം വലിയ അനുഗ്രഹത്തിൻ്റെ ദിവസമായിട്ട് മാറാൻ പോകുക. നിൻ്റെ ജീവിതത്തെ കർത്താവ് ഇന്ന് തൊടുവാനായിട്ട് പോകുക. നീ ഏത് അവസ്ഥയിലാണെങ്കിലും കർത്താവ് നിൻ്റെ ജീവിതത്തെ പടുത്തുയർത്താൻ പോകുക. കർത്താവിൻ്റെ അത്ഭുതകരമായ ഒരിടപെടൽ ഹൃദയത്തിൽ ആഴമായി വിശ്വസിച്ചുകൊണ്ട് നമുക്ക് രണ്ട് കരങ്ങളും ഉയർത്തി ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. കർത്താവേ മഹത്വം. ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവേ നന്ദി, പിതാവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന. കർത്താവേ മഹത്വം. പരിശുദ്ധനായ ദൈവമേ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ മഹത്വം, പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ. കർത്താവേ മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവജനത്തിനുമേൽ ആത്മാവിൻ്റെ ശക്തി ആവരിക്കട്ടെ. ദൈവജനത്തിനുമേൽ കൃപകൾ നിറയട്ടെ. ദൈവജനത്തിനുമേൽ പ്രാർത്ഥനയുടെ ചൈതന്യം നിറയട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. നമുക്ക് ദൈവത്തിൻ്റെ വചനം ശ്രവിക്കാം. തോബിത്തിൻ്റെ പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ തിരുവചനം. ദൈവമായ കർത്താവിനെ എപ്പോഴും വാഴ്ത്തുക. നിന്റെ പാതകൾ നേരെയാകാനും നീ നനയ്ക്കുന്ന കാര്യങ്ങൾ ശുഭമായി ഭവിക്കാനും അവിടുത്തോട് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ഇന്ന് യേശു നമുക്ക് നൽകുന്ന ശക്തമായ ഒരു തിരുവചനമാണിത്. നീ എപ്പോഴും നിന്റെ ദൈവമായ കർത്താവിനെ വാഴ്ത്തി സ്തുതിക്കണം. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നന്ദിയുടെ സ്തുതിപ്പുകൾ എപ്പോഴും ഉയരണം. നന്മകളെ ഓർത്ത് നന്ദി പറയാം, തകർച്ചകളെ ഓർത്ത് നന്ദി പറയാം, രോഗങ്ങളെ ഓർത്ത് നന്ദി പറയാം,
കടബാധ്യതകളെ ഓർത്ത് നന്ദി പറയാം. ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ച സഹനങ്ങളെ ഓർത്ത് നന്ദി പറയാം. ജീവിതത്തിൽ ഉണ്ടായ നഷ്ടങ്ങളെയും പരാജയങ്ങളെയും ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് വാഴ്ത്തി സ്തുതിക്കുവാൻ സാധിക്കണം. ഒരു ആത്മീയ മനുഷ്യന് ഇതിനു സാധിക്കണമെങ്കിൽ ആ മനുഷ്യൻ പ്രാർത്ഥനയുടെ വ്യക്തിയായിട്ട് മാറണം. ജീവിതത്തിൽ വിജയം വരിക്കണമെങ്കിൽ, ജീവിതത്തിൽ ലക്ഷ്യത്തിൽ എത്തിച്ചേരണമെങ്കിൽ, ജീവിതത്തിൽ അന്ധകാരത്തിൻ്റെ ശക്തികളെ ചവിട്ടി തകർക്കണമെങ്കിൽ, സാത്താൻ്റെ കോട്ടകളെ ഇടിച്ചു നിരപ്പാക്കണമെങ്കിൽ, ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷ ശക്തമായി ചെയ്യണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്ന വ്യക്തികളായിട്ട് മാറണം. പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ്റെ ജീവിതത്തിൽ അത്ഭുതകരമായ സ്വർഗത്തിൻ്റെ ഇടപെടലുണ്ടാവും. പ്രാർത്ഥിക്കുന്ന മനുഷ്യനെ ദൈവം ഒരിക്കലും തള്ളിക്കളയത്തില്ല. പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ്റെ പ്രാർത്ഥന, നീതിമാന്റെ പ്രാർത്ഥന മേഘങ്ങളെ തുളച്ച് ദൈവസന്നിധിയിൽ എത്തുകയാണ്. നീ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? നീ നീതിമാനായി ആദ്യമേ മാറേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനകൾക്ക് പലപ്പോഴും ഉത്തരം ലഭിക്കാതെ പോകുന്നത്? ഒന്ന്, നമ്മൾ പാപം ചെയ്യുന്നു. ആവർത്തിച്ച് 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 പാപം ചെയ്യുന്നു. ഈ പാപം നമ്മുടെ മേൽ ഭരണം നടത്തുന്നു. നമ്മൾ പാപത്തിൻ്റെ അടിമയായിട്ട് മാറുന്നു. ആഴമായ അനുതാപമില്ല. കുമ്പസാരമെന്ന കുദാശയോട് ഒട്ടും താല്പര്യമില്ല. ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ ആഴമായ ഒരു വിശ്വാസമില്ല. പ്രാർത്ഥിക്കുന്നത് എന്തിനാ? മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം എന്നൊക്കെയാണ് ഭോഷനായ മനുഷ്യൻ ചിന്തിക്കുന്നത്. പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ്റെ ജീവിതത്തിൽ എപ്പോഴും ദൈവത്തിൻ്റെ കരം കടന്നു വരുന്നത്. ജോസഫിനോടൊപ്പം ദൈവത്തിൻ്റെ കരമുണ്ടായിരുന്നു. കാരണം ജോസഫ് നീതിമാനായിരുന്നു. ജോസഫ് വിശുദ്ധി നിറഞ്ഞ വ്യക്തിയായിരുന്നു. ജോസഫിനോടൊപ്പം കർത്താവിൻ്റെ കരമുണ്ടായിരുന്നു. പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ്റെ കൂടെയാണ് ദൈവത്തിൻ്റെ കരം, ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാവുക. നമ്മൾ ഒരിക്കലും പ്രാർത്ഥനയിൽ മടുക്കരുത്. പ്രാർത്ഥനയിൽ മടുക്കുമ്പോൾ ആധ്യാത്മിക ജീവിതം ശോഷിച്ചു പോകുക. പ്രാർത്ഥനയിൽ നമ്മൾ താഴോട്ട് പോകുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവം തരുന്ന ആ അഭിഷേകം നഷ്ടമാവുകയാണ്. പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ, അവനിലൂടെ ദൈവം അത്ഭുതങ്ങൾ ചെയ്യുകയാണ്. പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ കാലെടുത്ത് വയ്ക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടേക്ക് ഇറങ്ങി വരികയാണ്. സാത്താൻ്റെ ഏറ്റവും വലിയ ഒരായുധമാണ് പ്രാർത്ഥിക്കുന്ന മനുഷ്യനെ തകർക്കുക. പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെ പൊളിക്കുക. അതിന് ലോകത്തിൻ്റെ ചിന്തകൾ, ലോകത്തിൻ്റെ കാര്യങ്ങൾ, ലോകത്തിൻ്റെ കാഴ്ചകൾ, എത്രയോ പ്രാർത്ഥിക്കുന്ന നല്ല മനുഷ്യർ ടെലിവിഷൻ അടിമയായി, ലോകത്തിൻ്റെ കാര്യങ്ങൾ അടിമയായി, ഭർത്തകാര്യങ്ങൾ അടിമയായി, തെറ്റായ കൂട്ടുകെട്ടിൽ അടിമയായിപ്പോയി. സാത്താൻ വളരെ സമർത്ഥമായിട്ട് അവരുടെ പ്രാർത്ഥന ജീവിതത്തെ തകർത്തു തരിപ്പണമാക്കി. ഒരു വ്യക്തിയുടെ പ്രാർത്ഥനാ ജീവിതം സാത്താൻ തകർത്താൽ ആ വ്യക്തി പിന്നെ സാത്താൻ്റെ അടിമത്തത്തിൽ ആവുകയാണ്. പ്രാർത്ഥിക്കുന്ന മനുഷ്യനെ, അഭിഷേകമുള്ള മനുഷ്യനെയാ പിശാചിന് ഏറ്റവും അധികം പേടി എന്ന് നമ്മൾ തിരിച്ചറിയണം. ചിലർ ചോദിക്കുന്നു, എന്തിനാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തോട് ചേർന്നിരിക്കുക, നമ്മുടെ ഹൃദയം ദൈവത്തിൻ്റെ ഹൃദയമായിട്ട് ഒന്നായിട്ട് മാറുക, ദൈവത്തിൻ്റെ തിരുഹിതം നമ്മിൽ നിറവേറുക, ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ, ദൈവത്തിൻ്റെ മനസ്സ് നമ്മൾ മനസ്സിലാക്കുക. ഇതിനാണ് പ്രാർത്ഥനയുടെ ആവശ്യകതയുടെ പ്രാധാന്യമെന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രാർത്ഥിക്കുന്ന മനുഷ്യനോട് ദൈവം സംസാരിക്കും എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആത്മാവ് ആ മനുഷ്യനോട് സംസാരിക്കും.
പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം ഇറങ്ങി വരികയാണ്. ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥന ജീവിതത്തെ പൊളിച്ചടുക്കുവാൻ പിശാച് അഹോരാത്രം പണിയെടുക്കുകയാണ്. അലറുന്ന സിംഹത്തെ പോലെ പിശാച് പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ്റെ ചുറ്റും കറങ്ങി നടക്കുക. കാരണം അവനെ പ്രാർത്ഥനയിൽ നിന്ന് പിന്തിരിപ്പിച്ചാൽ സാത്താൻ വിജയിച്ചു. ഈ വചനം കേൾക്കുന്ന നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ധ്യാനം കൂടി ഒരാത്മാവിൻ്റെ നിറവിലായിരുന്നു നിങ്ങൾ. പ്രഭാതത്തിലുണർന്ന് 3 മണി മുതൽ 5 മണി വരെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവർ പലരുമുണ്ടായിരുന്നു. ഇന്നതൊക്കെ നഷ്ടപ്പെട്ടു പോയി. രാത്രിയുടെ യാമങ്ങളിൽ ഉറക്കമിളച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ടായിരുന്നു. പ്രാർത്ഥന നഷ്ടപ്പെട്ടു പോയി. രാത്രിയിൽ 3 മണിക്കൊക്കെ അലാറം വെച്ച് എഴുന്നേറ്റിരുന്ന് കരുണക്കൊന്ത ചൊല്ലുന്ന മനുഷ്യരുണ്ടായിരുന്നു. സാത്താൻ അതെല്ലാം തകർത്തു. പലരുടെയും പ്രാർത്ഥനാ ജീവിതത്തെ അവൻ തകർത്തു തരിപ്പണമാക്കി. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവരുടെ പ്രാർത്ഥനാ ജീവിതം തീർന്നു. ആത്മീയ ജീവിതത്തിൽ തകർച്ചയുണ്ടായി. ആത്മീയ ജീവിതം തകർന്നപ്പോൾ അവർ ഭൗതിക മനുഷ്യനായി ഭൗതിക കാര്യങ്ങൾക്ക് അടിപ്പെട്ടവരായിട്ട് മാറി. ഹല്ലേലൂയ. ഇത് നമ്മൾ തിരിച്ചറിയണം. സാത്താൻ്റെ കുതന്ത്രത്തെ നമ്മൾ മനസ്സിലാക്കണം. നീ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ പ്രാർത്ഥനയിൽ മടുക്കരുത്. പ്രാർത്ഥനയ്ക്ക് പകരമായിട്ട് മറ്റൊന്നുമില്ല. പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥന മാത്രമേ ഉള്ളൂ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. തോബിത്ത് 4:19 പറയുന്നു, ദൈവമായ കർത്താവിനെ എപ്പോഴും നീ വാഴ്ത്തുക. നിന്റെ പാതകൾ നേരെ ആകാനും നീ നനയ്ക്കുന്ന കാര്യങ്ങൾ ശുഭമായി ഭവിക്കാനും അവിടുത്തോട് പ്രാർത്ഥിക്കുക. നിന്റെ പാതകൾ നേരെ ആകുവാൻ, നിന്റെ പാതകൾ നേരെ ആകുവാൻ, അതായത് നീ നടക്കുന്ന വഴികൾ, നിന്റെ ജീവിതത്തിലെ പ്രവർത്തന മണ്ഡലം, അത് കൃഷിയാകാം, ബിസിനസ്സാകാം, ജോലിയാകാം, മറ്റ് വ്യക്തിപരമായിട്ട് ചെയ്യുന്ന പണികളാകാം, എന്തുമാവട്ടെ നിന്റെ ജീവിതത്തിൻ്റെ പാതകൾ, വിദ്യാഭ്യാസ വഴിയാകാം, ഒരു അധ്യാപകനാകാം, എന്തുമായിക്കൊള്ളട്ടെ, ഏത് വഴിയിലൂടെ നീ ചരിക്കുന്ന വ്യക്തിയാണെങ്കിലും നിന്റെ പാതകൾ നേരെ ആകുവാൻ നീ നിന്റെ ദൈവത്തോട് നിരന്തരമായിട്ട് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. നിന്റെ പാതകളിലെ ജീവിത വഴിത്താരകളിലെ തടസ്സങ്ങൾ മാറണമെങ്കിൽ നീ പ്രാർത്ഥിച്ചേ മതിയാവത്തുള്ളൂ. നീ പ്രാർത്ഥിക്കാതെ നിന്റെ ജീവിത വഴിയിലുള്ള തടസ്സങ്ങളെ മാറ്റുവാൻ ദൈവത്തിന് പോലും സാധ്യമല്ല. നീ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ, നിന്റെ ജീവിതയാത്രയിൽ നിന്റെ പാതയിൽ എന്തു തടസ്സമുണ്ടോ ആ തടസ്സത്തെ ദൈവമായ കർത്താവ് മാറ്റിത്തരും. ജെറീക്കോ കോട്ട വീഴ്ത്തിയ ദൈവം നിനക്ക് മുൻപേ പോകും. യെശയ്യാ 45:1 നിനക്ക് മുൻപേ ഞാൻ പോയി മലകളെ നിരപ്പാക്കും. പ്രാർത്ഥിക്കുന്ന മനുഷ്യന്റെ മുൻപിൽ ദൈവം സഞ്ചരിക്കും. പ്രാർത്ഥിക്കുന്ന മനുഷ്യന്റെ മുൻപിൽ കർത്താവ് പോകും. പ്രാർത്ഥിക്കുന്ന മനുഷ്യന്റെ മുൻപിൽ ഉയർത്തെഴുന്നേറ്റ യേശു ഉണ്ടായിരിക്കും. നിന്റെ മുൻപിൽ നിൽക്കുന്ന മല, അത് ഏത് രോഗമാവട്ടെ, പ്രതിസന്ധി ആവട്ടെ, കടഭാരമാവട്ടെ, നിന്നെ ഭാരപ്പെടുത്തുന്ന എന്തുമാവട്ടെ, ആ മലയെ തകർക്കുവാൻ, ഇടിച്ചു നിരപ്പാക്കുവാൻ ദൈവമായ കർത്താവ് നിന്റെ മുൻപേ ഉണ്ടായിരിക്കും. നീ പ്രാർത്ഥിക്കുന്ന മനുഷ്യനാവണം. പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ്റെ ജീവിത പാതയിൽ കർത്താവ് നിനക്ക് മുൻപേ പോകും. ആർക്കും നിന്നെ തടഞ്ഞു നിർത്താനായിട്ടാവില്ല. യെശയ്യാ 40:13 കർത്താവിൻ്റെ ആത്മാവിനെ തടഞ്ഞു നിർത്തുവാനായിട്ട് ആരുണ്ട്? പ്രാർത്ഥിക്കുന്ന മനുഷ്യന്റെ മേല ആത്മാവ് നിറയുന്നത്, പ്രാർത്ഥിക്കുന്ന മനുഷ്യന്റെ മേല ആത്മാവ് വ്യാപരിക്കുന്നത്. പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ പോകുമ്പോൾ അവൻ്റെ പാതയിലെ തടസ്സങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേക ശക്തിയിൽ തകർക്കപ്പെടുകയാണ്. ഒരു പിശാചിനോ ഒരു തിന്മയുടെ ശക്തികൾക്കോ ലോകത്തിൻ്റെ ശക്തികൾക്കോ വ്യക്തികൾക്കോ നിന്നെ തടഞ്ഞു നിർത്തുവാൻ, നിന്നെ തകർക്കുവാൻ സാധ്യമല്ല. കർത്താവിൻ്റെ ആത്മാവിനെ തടഞ്ഞു നിർത്തുവാൻ ആരുണ്ട്? പ്രാർത്ഥിക്കുന്ന മനുഷ്യന് മേൽ കർത്താവിൻ്റെ ആത്മാവ് ശക്തമായിട്ട്
നിറയും. ആത്മാവ് ശക്തമായിട്ട് വ്യാപരിക്കും. കർത്താവിൻ്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ്റെ കാര്യങ്ങൾ ഏറ്റെടുക്കും. കർത്താവിൻ്റെ ആത്മാവ് അവന് മുൻപേ പോയി തടസ്സങ്ങളെ തകർത്ത് തരിപ്പണമാക്കും. രണ്ട് കരങ്ങളും ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ആത്മാവേ ഞങ്ങളെ ബലപ്പെടുത്തണമേ, പ്രാർത്ഥന ചൈതന്യം നിറയ്ക്കണമേ, പ്രാർത്ഥിക്കുന്ന മനുഷ്യരാക്കി മാറ്റണമേ. മടുപ്പ് കൂടാതെ മണിക്കൂറുകൾ ദൈവ സാന്നിധ്യത്തിലായിരിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ കൃപ ഞങ്ങളുടെ മേൽ പകരണമേ. യേശുവേ, പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ്റെ മേൽ ആത്മാവിൻ്റെ അഭിഷേകം അയക്കണമേ. ഹല്ലേലൂയ. പ്രാർത്ഥനാ ജീവിതം തകർന്നവരുടെ മേൽ പുതിയ ഒരു ഉണർവിൻ്റെ ശക്തി പരിശുദ്ധാത്മാവേ ഇപ്പോൾ പകരണമേ. ഹല്ലേലൂയ. നമ്മെ പ്രാർത്ഥിക്കാൻ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവായ ദൈവമാണ്. നമ്മുടെ ബലഹീനതയിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ നയിക്കേണ്ടത്, പ്രാർത്ഥനാ ജീവിതത്തെ സഹായിക്കേണ്ടത് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിനോട് നിരന്തരമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ നയിക്കുവാനും പ്രാർത്ഥനാ ജീവിതത്തെ ശക്തിപ്പെടുത്തുവാനായി. പരിശുദ്ധാത്മാവിൻ്റെ സഹായം കൂടാതെ, പ്രാർത്ഥനയിൽ ആനന്ദിക്കുന്ന ഒരനുഭവമില്ലാതെ മണിക്കൂറുകൾ ഇരുന്ന് പ്രാർത്ഥിക്കുക പ്രയാസമാണ്. പലർക്കും പ്രാർത്ഥന ഒരു അരോചകമായിട്ട് മാറുന്നു. അതിൻ്റെ കാരണം അവരിൽ ആത്മാവിൻ്റെ ഒരു പ്രവർത്തനം ശക്തമല്ലാത്തതുകൊണ്ട്. ആത്മാവിൻ്റെ പ്രവർത്തനം ശക്തമാകണമെങ്കിൽ നമ്മൾ വലിയ ആഗ്രഹത്തോടെ ദൈവസന്നിധിയിലായിരിക്കുവാൻ പരിശ്രമിക്കണം. അത് നിൻ്റെ പാതകൾ നേരെയാകുവാൻ, നിൻ്റെ പരിശ്രമങ്ങൾ വിജയിക്കാനായി നീ പ്രാർത്ഥിക്കുക. നീ നനയ്ക്കുന്ന കാര്യങ്ങൾ ശുഭമായി ഭവിക്കാൻ അവിടുത്തോട് പ്രാർത്ഥിക്കുക. നീ നനയ്ക്കുന്ന കാര്യം, നീ എന്ത് നനയ്ക്കുന്നോ, അതായത് നിൻ്റെ ജീവിതത്തിൽ നീ എന്ത് ആഗ്രഹിക്കുന്നു, എന്ത് വേണേലും നിനക്ക് ആഗ്രഹിക്കാം. വചനം പറയുന്നില്ലേ, എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും നിങ്ങൾക്ക് ഞാൻ തരും. എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും തരുമെന്ന് യേശു നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. പക്ഷേ നീ നനയ്ക്കുന്ന കാര്യങ്ങൾ നടക്കണമെങ്കിൽ നീ ദൈവത്തോട് നിരന്തരമായിട്ട് പ്രാർത്ഥിക്കണം. നീ ഒരു കാര്യം തീരുമാനിച്ചിട്ട് പരിശ്രമിച്ചാൽ മാത്രം പോരാ, പരിശ്രമിക്കുന്നതിൻ്റെ ഇരട്ടിയായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അക്കാര്യങ്ങൾ നടത്തുകയാണ്. ഹല്ലേലൂയ. ആ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ശക്തിയാണെന്ന് നമ്മൾ തിരിച്ചറിയണം. നിൻ്റെ ജീവിതത്തിൽ വിജയിക്കണോ, നിൻ്റെ ബിസിനസ്, ജോലി, മക്കളുടെ വിദ്യാഭ്യാസം അനുഗ്രഹമാകണമോ, ഉയർച്ച ഉണ്ടാകണമോ, നിരന്തരമായി നീ പ്രാർത്ഥിക്കണം. ഉപവാസമെടുക്കുവാൻ സാധിക്കുമെങ്കിൽ നീ ഉപവസിച്ച് പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ വചനം വായിച്ചു പ്രാർത്ഥിക്കണം. സുവിശേഷങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, യേശു ഒത്തിരിയേറെ പ്രാർത്ഥിക്കുമായിരുന്നു. ലൂക്കാ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൻ്റെ 15-16 വചനങ്ങൾ. എന്നാൽ യേശുവിൻ്റെ കീർത്തി പൂർവാധികം വ്യാപിച്ചതേയുള്ളൂ. അവൻ്റെ വാക്ക് കേൾക്കുന്നതിനും രോഗശാന്തി നേടുന്നതിനും വേണ്ടി വളരെ ആളുകൾ തിങ്ങിക്കൂടി. യേശു അവൻ ദൈവമാണ്, കർത്താവാണ്. യേശു വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും സമൂഹത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. രോഗികളെ സൗഖ്യമാക്കി, പിശാചുക്കളെ പുറത്താക്കി, മരിച്ചവരെ ഉയർപ്പിച്ചു. അവൻ്റെ കീർത്തി നാനാ ദേശങ്ങളിലേക്ക് വ്യാപിച്ചു. അവൻ്റെ വാക്ക് കേൾക്കുന്നതിനും രോഗശാന്തി നേടുന്നതിനും വേണ്ടി വളരെ ആളുകൾ തിങ്ങിക്കൂടി. അവൻ്റെ വാക്ക് കേൾക്കുക, അതായത് അവൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന വചനം കേൾക്കുവാൻ, യേശുവിൽ നിന്ന് പുറപ്പെടുന്ന വചനം കേൾക്കുവാൻ, രോഗശാന്തി നേടുവാൻ ആളുകൾ തിങ്ങിക്കൂടി. ഹല്ലേലൂയ. ആളുകൾ തിങ്ങിക്കൂടി. യേശുവിൻ്റെ വചനം കേൾക്കുവാൻ, സൗഖ്യം പ്രാപിക്കുവാൻ, അനുഗ്രഹം നേടുവാൻ, യേശുവിനെ നിന്ന് തൊടുവാൻ. അനേകർ യേശുവിൻ്റെ അടുക്കലേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നു ഒന്ന് പ്രാർത്ഥിപ്പിക്കുവാൻ. അങ്ങനെ തിരക്കിൽ യേശു ഇങ്ങനെ ആയിരിക്കുക.
നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്, അവർക്ക് ഭക്ഷണം കഴിക്കാൻ പോലും സമയം കിട്ടിയില്ല. അത്രമാത്രം യേശുവും അപ്പസ്തോലന്മാരും തിരക്കിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ യേശു എന്തു ചെയ്തെന്നറിയാമോ? 16-ാം വചനം പറയുന്നു, അവനാകട്ടെ വിജന പ്രദേശങ്ങളിലേക്ക് പിൻവാങ്ങി അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവൻ പിൻവാങ്ങി ശക്തമായ വചന ശുശ്രൂഷയിൽ നിന്ന്, രോഗികളെ സുഖപ്പെടുത്തുന്നതിൽ നിന്ന്, പിശാചിനെ പുറത്താക്കുന്ന തൻ്റെ ശുശ്രൂഷയിൽ നിന്ന് അവൻ പിൻവാങ്ങി. അവൻ വിജന പ്രദേശത്തേക്ക് പിൻവാങ്ങി അവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഹല്ലേലൂയ. ഏകാന്തതയിൽ, ആരോരുമില്ലാത്ത സ്ഥലത്ത്, അല്ലെ മരുഭൂമിയിൽ, അല്ലെ ഉയർന്ന മലയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ദൈവത്തോടൊപ്പം മണിക്കൂറുകൾ യേശു പിൻവാങ്ങി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ദൈവഭക്തനായ മനുഷ്യ, നീ വീഴാതിരിക്കുവാൻ ആദ്യമേ നീ പ്രാർത്ഥിക്കുന്നവനായിട്ട് മാറുക. എത്ര വലിയ ദൈവഭക്തനും ദൈവഭക്തി തീർച്ചയുള്ളവരും ആചാര അനുഷ്ഠാനങ്ങളെ മുറുകെ പിടിച്ചു നടക്കുന്നവരൊക്കെ ഓർത്തുകൊള്ളുക, പ്രാർത്ഥനയിൽ എപ്പോൾ പുറകിൽ പോകുന്നോ അവിടെ സാത്താൻ നിന്റെ കാലുവാരും, നിന്നെ ചതറിക്കും. നിന്റെ പ്രാർത്ഥനയെ ഒരു തിന്മയുടെ ശക്തിക്കും തകർക്കാൻ നീ അനുവദിക്കരുത്. പ്രാർത്ഥിക്കുന്ന മനുഷ്യ ബോംബാണെന്ന് തിരിച്ചറിയണം. പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ കടന്നു വരുമ്പോൾ ദൈവ സാന്നിധ്യമാണ് കടന്നു വരുന്നത്. പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ ശക്തനാണ്. ഇവിടെ യേശു വിജന പ്രദേശത്ത് പ്രാർത്ഥിച്ച് ആത്മാവിൻ്റെ അഭിഷേക ശക്തി നിറഞ്ഞു. പിതാവിൻ്റെ ഇഷ്ടം, പിതാവിൻ്റെ ഹൃദയം മനസ്സിലാക്കി. യേശുവിൻ്റെ ഹൃദയം പിതാവിൻ്റെ ഹൃദയത്തോട് ചേർന്നുകൊണ്ട് പിതാവിൻ്റെ ഇഷ്ടങ്ങളും ഹിതങ്ങളും മുഴുവൻ മനസ്സിലാക്കിയിട്ട യേശു താഴ്വാരങ്ങളിലേക്ക് ഇറങ്ങി വന്നു. ജനക്കൂട്ടത്തിൻ്റെ അടുക്കലേക്ക് വന്നു. അവനെ തൊട്ടവർ സൗഖ്യമായി. അവനിൽ നിന്ന് ശക്തി ഒഴുകി. അവൻ്റെ വസ്ത്രത്തെ തൊട്ടവർ സൗഖ്യമായി. അവൻ തൊട്ടവർ സൗഖ്യമായി. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ സമൂഹമധ്യത്തിൽ സംഭവിച്ചു. പിശാച് ബാധിച്ചിരുന്നവരിൽ നിന്ന് പിശാചുക്കൾ അലറിക്കൊണ്ട് വിട്ടുപോയി. നോക്കുക, യേശു തന്നെ വലിയൊരു പാഠം നമ്മളെ പഠിപ്പിക്കുക. പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ അവൻ ശക്തനാണ്. പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ്റെ മേൽ ദൈവത്തിൻ്റെ കണ്ണുകൾ എപ്പോഴും ഉണ്ടാവും. നീതിമാൻ്റെ പ്രാർത്ഥനയ്ക്കായി ദൈവമിതാ കാതുകൾ തുറന്ന് കാത്തിരിക്കുന്നു. നീതിപൂർവമുള്ള ഒരു ജീവിതം നയിച്ചുകൊണ്ട്, ഒരു വിശുദ്ധ ജീവിതം നയിച്ചുകൊണ്ട്, പാപവഴികൾ വിട്ടുകൊണ്ട് നമുക്ക് മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്നവരാകാം. സമയം കിട്ടുന്നവരൊക്കെ ദിവ്യകാരുണ്യ സന്നിധിയിലൊക്കെ പോയിരുന്ന് ഒത്തിരിയേറെ പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക. അതൊത്തിരി നല്ലതാണ്. ദിവ്യകാരുണ്യത്തിൽ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്ന് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. രാത്രിയുടെ യാമങ്ങൾ, പ്രഭാതം, പകലൊക്കെ സമയം കിട്ടുമ്പോഴൊക്കെ നമുക്ക് പിൻവലിഞ്ഞ് ശാന്തമായി ഈശോയോട് കൂടിയായിരുന്നു പ്രാർത്ഥിക്കാം. നമുക്ക് ഈശോയെ ഒത്തിരി സ്നേഹിക്കാം. പ്രാർത്ഥിച്ച് ദൈവഹിതം തിരിച്ചറിഞ്ഞുകൊണ്ട് നല്ലൊരു ആത്മീയ ജീവിതം നയിക്കാം. പ്രാർത്ഥനയുടെ വലിയൊരു ചൈതന്യം നമ്മുടെ പകരുവാൻ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കർത്താവായ യേശുവേ, അങ്ങയുടെ ആണിപ്പാടുള്ള കരം ഞങ്ങൾ ഓരോരുത്തരും മേലും ഇപ്പോൾ വയ്ക്കണമേ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന, ടെലിവിഷനിൽ ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളുടെ മേലും അങ്ങയുടെ കരം വയ്ക്കണമേ. എൻ്റെ യേശുവേ, പ്രാർത്ഥനയുടെ ആ ഒരു അഭിഷേകം, പ്രാർത്ഥനയുടെ ഒരു ചൈതന്യം, പ്രാർത്ഥനയുടെ ആ ആവശ്യകത ദൈവജനത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കണമേ. പ്രാർത്ഥനാ ജീവിതത്തിൽ തകർന്നവരെ ആത്മാവിനെ നിറച്ച് അഭിഷേകം ചെയ്ത് കർത്താവെ കൈപിടിച്ച് ഉയർത്തണമേ. പരിശുദ്ധാത്മാവെ, ഞങ്ങൾക്ക് പ്രാർത്ഥനാ വരം നൽകണമേ. ഞങ്ങളുടെ ബലഹീനതയിൽ ദൈവാത്മാവെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ആമേൻ. മോൻസിൻ്റെ വീട് എവിടെ? തിരുവല്ല. വൈഫ് മക്കളൊക്കെ എല്ലാവരും ഉണ്ടല്ലേ? മക്കൾ എത്ര പേരാ? 2 പേര്. 35 വർഷമായിട്ട് ഷോൾഡർ ഊരിപ്പോവും. ഓപ്പറേഷൻ പറഞ്ഞിരിക്കായിരുന്നു? ഇല്ല, ഓപ്പറേഷൻ ചെയ്തില്ല. ഇടയ്ക്കിടയ്ക്ക് ഊരിപ്പോവും. കഴിഞ്ഞ ആഴ്ചയിലും ഇങ്ങനെയൊക്കെ കിടന്ന ഉറക്കത്തിൽ ആയിപ്പോയി. ഭയങ്കര വേദനയല്ലേ? ഭയങ്കര വേദനയാണ്. ഏത് കൈ ഊരിപ്പോന്നെ? വലത്തെ കൈ ഷോൾഡർ ഊരി. 35 വർഷം. എത്ര വയസ്സുണ്ട് ചേട്ടന് പ്രായം? എനിക്ക് 48. അപ്പം ഉദ്ദേശം ഒരു എത്ര വയസ്സാണ് ഒരു മോല് ഷോൾഡർ ഊരാൻ തുടങ്ങി? 13 വയസ്സുള്ളൂ. 13 ഉണ്ടോ?
10-14 വയസ്സിൽ കളിച്ചോണ്ട് നമ്മൾ ഷോൾഡർ ഊരിപ്പോയതാണ്. അന്ന് വലിയ ഷോൾഡർ ഊരും അല്ലേ? എത്ര വർഷമായി? ആരും കൊണ്ടെല്ലാം പിടിച്ചിടിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഷോൾഡർ ഊരുമ്പോൾ പിടിച്ചിടിക്കും. തിരുമുകാരം കൊണ്ട് പിടിച്ചിടിക്കും. തിരുമുകാരെ കൊണ്ട് പിടിച്ചിടിക്കും. ഡോക്ടറെ കാണിച്ചില്ലേ? ഇല്ല, ഡോക്ടറെ കാണിച്ചില്ല. പിന്നെ അതൊരു പരിചയമായി. പിന്നെ ഞാൻ തന്നെ ഞങ്ങൾ പിടിച്ചു. അത് പിന്നെ ഒരു രസമായി. ഷോൾഡർ ഊരി പോവുക, ഷോൾഡർ പിടിച്ചിടുക, അത് പിന്നെ ഒരു രസമായി. ഇനി ഷോൾഡർ ഊരി പോണോ? വേണ്ട. യേശു സൗഖ്യം തരുമോ? തരും. ഉറപ്പുണ്ടോ? ആ കൈ കൊണ്ട് നിന്നിട്ട് പിടിച്ച് ഇങ്ങനെ പിടിച്ച്. യേശുവെ നന്ദി, യേശുവെ നന്ദി. ഇവിടെ നോക്കിയേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ഷോൾഡർ ഇനി ഊരി പോവത്തില്ല മരിക്കുന്നത് വരെ. വലിച്ചു കുടഞ്ഞോ, ധൈര്യമായിട്ട് കുടഞ്ഞോ. ഇങ്ങനെ ഇടിച്ചേ, കൈ ഇടിച്ച് നന്ദി പറ കർത്താവിനെ. ഇടിക്കട്ടെ. ഊരി പോവത്തില്ല യേശുവിൻ്റെ നാമത്തിൽ. വട്ടം കറക്കിക്കോ ധൈര്യമായിട്ട്. കറക്കട്ടെ, തിരിച്ചു കറക്കട്ടെ. ഇങ്ങനെ വെച്ചേ. ഹല്ലേലൂയ. നോക്കുക, 35 വർഷമായിട്ട് ഊരുന്ന ഷോൾഡറാ. ചേച്ചി കണ്ടിട്ടുണ്ടോ? എപ്പോഴും ഉണ്ട്. എന്തേലും ചെറുതായിട്ട് എന്തേലും പൊക്കി കഴിഞ്ഞാൽ ഉടനെ പിന്നെ തന്നെ കേട്ടിടും. സന്തോഷായോ? ജീസസ്. അല്ലേ, കരം പിടിച്ച് കത്താൻ നമുക്ക് നന്ദി പറയാം. യേശു ആരിലും വലിയവൻ. യേശു ആരിലും വലിയവൻ. ആരിലും വലിയവൻ. സൗഖ്യദായകൻ, പാപമോചകൻ. സൗഖ്യദായകൻ, പാപമോചകൻ. യേശുവേകരക്ഷകൻ. കരുണാമയൻ, സ്നേഹഗായകൻ. യേശു ആരിലും വലിയവൻ. ആരിലും വലിയവൻ. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. യേശു ആരിലും വലിയവൻ. യേശു